എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അർജുൻ സൂരജ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റലേഷൻ സീരീസിലെ പാർട്ട് 9 ആണ്, ദി വിർഗോ കോൺസ്റ്റലേഷൻ. ഈ വിർഗോ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റലേഷനാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റലേഷനിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഡീപ് സ്കൈ ഓബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കോൺസ്റ്റലേഷൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കാം. ഈ കോൺസ്റ്റലേഷനിലെ ഷേപ്പ് എന്ന് പറയുന്നത് ദ മെയ്ഡൻ എന്നാണ്. വിർഗോ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് കുറേ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെയാണ് ഇത് മെയിനായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് വിർഗോ കോൺസ്റ്റലേഷന് കോമൺ ആയിട്ട് വിർഗോ ദ മെയ്ഡൻ എന്നാണ് വിളിക്കാറുള്ളത്. വിർഗോ എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റ് സ്കൈയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റലേഷനാണ്. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് കോൺസ്റ്റലേഷനാണ് ഹൈഡ്ര. നമ്മുടെ നൈറ്റ് സ്കൈയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കോൺസ്റ്റലേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഈ കോൺസ്റ്റലേഷൻ നമ്മുടെ നൈറ്റ് സ്കൈയിൽ 1294 സ്ക്വയർ ഡിഗ്രീസ് ആണ് ഈ കോൺസ്റ്റലേഷൻ്റെ ഏരിയ. നമ്മൾ ഗ്രൗണ്ടിലാണെങ്കിൽ നമ്മൾ ഏരിയ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ സ്ക്വയർ മീറ്റേഴ്സ് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉപയോഗിക്കും. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്കൈയിലാണ് ഏരിയ മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ സ്ക്വയർ ഡിഗ്രീസാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ കോൺസ്റ്റലേഷനിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റാർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റാർസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഇതിലെ ബ്രൈറ്റസ്റ്റ് സ്റ്റാറാണ്. അതാണ് ആൽഫ വിർജീനീസ്. അതിന് സ്പൈക്ക എന്നും വിളിക്കാറുണ്ട്. അതാണ് ഇവിടെ താഴെ പോയിൻ്റ് ചെയ്തേക്കുന്നത്. ആൽഫ വിർജീനീസ് എന്ന് വിളിക്കാൻ കാരണം ഒന്ന്, ഈ കോൺസ്റ്റലേഷനിലെ ആൽഫ സ്റ്റാറാണത്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വിർജീനീസ് എന്ന് വിളിക്കാൻ കാരണം ഇത് വിർഗോ കോൺസ്റ്റലേഷനിലാണ്. സ്പൈക്ക എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0.9 ആണ്. ഇതെന്ന് വെച്ചാൽ ഒരു ബ്ലൂ സൂപ്പർ ജയൻ്റ് ആണ്. ഒരു ബ്ലൂ സൂപ്പർ ജയൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹോട്ടാണ്. സ്പൈക്ക എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ഹോട്ടസ്റ്റ് സ്റ്റാർസ് ആണ്. ഇനി നമുക്ക് ഈ കോൺസ്റ്റലേഷനിലെ മെയിനായിട്ടുള്ള ബീറ്റ വിർജീനീസ് ഏതാണെന്ന് നോക്കാം. ബീറ്റ വിർജീനീസ് ആണ് സാവി ജാവ. അതാണ് ഇവിടെ ഞാൻ പോയിൻ്റ് ചെയ്തേക്കുന്നത്. സാവി ജാവയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3.6 ആണ്. ഇത് ബീറ്റ വിർജീനീസ് ആയതുകൊണ്ട് ഈ ബീറ്റ സ്റ്റാർ ആയിരിക്കണമല്ലോ ഈ കോൺസ്റ്റലേഷനിലെ സെക്കൻഡ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ. പക്ഷേ ഈ കോൺസ്റ്റലേഷനിലെ സെക്കൻഡ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് പോറിമയാണ്. അതാണ് ഇവിടെ പോയിൻ്റ് ചെയ്തേക്കുന്നത്. പോറിമയുടെ ഗ്രീക്ക് നെയിം എന്ന് പറയുന്നത് ഗാമ വിർജീനീസ് എന്നാണ്. ഇതൊരു ഗാമ സ്റ്റാറാണ്. പക്ഷേ എന്നിട്ടും ഈ കോൺസ്റ്റലേഷനിലെ സെക്കൻഡ് ബ്രൈറ്റസ്റ്റ് സ്റ്റാറാണ് പോറിമ. അതിന് ഒരു റീസണും കൂടെ ഉണ്ട്. ഈ പോറിമ എന്ന് പറയുന്നത് ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ്. ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റം എന്ന് വെച്ചാൽ രണ്ട് സ്റ്റാർസ് ഈച്ച് അതറായിട്ട് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ രണ്ട് സ്റ്റാർസും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആ ബ്രൈറ്റ്നെസ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കറൻ്റ്ലി ഈ കോൺസ്റ്റലേഷനിലെ സെക്കൻഡ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് പോറിമയാണ്. അതാണ് ഗാമ വിർജീനീസ്. ഇതിലെ തേർഡ് ബ്രൈറ്റസ്റ്റ് സ്റ്റാറാണ് നേരത്തെ പറഞ്ഞ സാവി ജാവ. അതാണ് ബീറ്റ വിർജീനീസ്. ഈ 3 സ്റ്റാർസാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റാർസ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ 3 സ്റ്റാർസ് ആയിരിക്കും നമുക്ക് ആദ്യം നോക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ള സ്റ്റാർസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് ഫെയ്ഡാവും, കാരണം അത് വളരെ ഡിമ്മാണ്. ഫോർ എക്സാമ്പിൾ ഇതിലെ സെക്കൻഡ് ബ്രൈറ്റസ്റ്റ് സ്റ്റാറാണ് പോറിമ. പക്ഷെ പോറിമയുടെ മാഗ്നിറ്റ്യൂഡ് തന്നെ 2.4 ഉള്ളൂ. അതേസമയം തേർഡ് മാഗ്നിറ്റ്യൂഡ് സ്റ്റാറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്
ഓൾമോസ്റ്റ് 3.6 മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഒരു മാപ്പിനെ കുറിച്ച് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു ഈ ഒരു പിക്ചർ. ഈ ഒരു പിക്ചറിൽ നമ്മൾ നോക്കിയാൽ അറിയാം ഇതൊരു ഹ്യൂമൻ ആണെന്നേ നമുക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഇത് ഹെർക്കുലീസ് കോൺസ്റ്റലേഷൻ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇത് നമ്മൾ ഏത് ബുക്കിൽ നിന്ന് എടുക്കുന്നോ അതനുസരിച്ച് ഇതിൻ്റെ ഇൻഫർമേഷൻ വാരി ചെയ്യും. ഇപ്പോൾ ഈ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ മാപ്പ് ആയതുകൊണ്ട് ആ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതും അഗ്രി ചെയ്തിട്ടുള്ള പാറ്റേണുമാണ് ഇത്. ഈ പാറ്റേൺ കണ്ടാൽ നമുക്കിത് എളുപ്പത്തിൽ അറിയാം ഇതൊരു ആളാണെന്ന്. കാരണം ഇവിടെ ഹെഡുണ്ട്, 2 ഹാൻഡ്സ്, 2 ലെഗ്സ്. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്ന ഇതാണ് സ്പൈക്ക. അതാണ് ഇവിടുത്തെ ഒരു ആൽഫ സിമ്പലും കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ താഴെ കാണിച്ചേക്കുന്ന മാഗ്നിറ്റ്യൂഡ് ലിസ്റ്റ് നോക്കിയാൽ അറിയാം സ്പൈക്കയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അത് നമുക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇവിടെ 1 കൊടുത്തേക്കുന്ന സ്റ്റാറിൻ്റെ സൈസ് എന്ന് പറയുന്നതിൻ്റെ സെയിം ആണ് ഇവിടെ സ്പൈക്കയുടെ സൈസും. അങ്ങനെ വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം. പോറിമയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നിറ്റ്യൂഡ് 2 സ്റ്റാറാണ്. ബാക്കിയുള്ള സ്റ്റാർസൊക്കെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് ഫെയ്ഡ് ആവും. നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ബ്ലൂ ലൈനാണ് ദി എക്ലിപ്റ്റിക് ലൈൻ അല്ലെങ്കിൽ ദ സോഡിയാക് ലൈൻ എന്ന് പറയാറുണ്ട്. ഈ സോഡിയാക് ലൈൻ ഈ കോൺസ്റ്റലേഷനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ കോൺസ്റ്റലേഷന് ഒരു സോഡിയാക്കൽ കോൺസ്റ്റലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു സോഡിയാക് കോൺസ്റ്റലേഷൻ എന്നും പറയും. ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡഡ് റീജിയൻ കാണിച്ചിരിക്കുന്നതാണ്. ഈ വൈറ്റ് ഷെയ്ഡഡ് റീജിയൻ ആണ് വിർഗോ കോൺസ്റ്റലേഷൻ്റെ റീജിയൻ. അതായത് ഈ വൈറ്റ് ഷെയ്ഡഡ് റീജിയൻ്റെ വെളിയിലുള്ള എല്ലാ ഡീപ്പ് സ്കൈ ഓബ്ജക്റ്റും സ്റ്റാർസും ഈ കോൺസ്റ്റലേഷൻ്റെ അല്ല. ഇവിടെ നോക്കിയാൽ അറിയാം കുറേ റെഡ് ഡോട്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ഓരോ ഡോട്ടും ഓരോ ഗാലക്സീസും ഡീപ്പ് സ്കൈ ഓബ്ജക്ട്സുമാണ്. ഇവിടെ ഇത് സെക്കൻഡ് ലാർജസ്റ്റ് കോൺസ്റ്റലേഷൻ ആയതുകൊണ്ട് ഇതിൽ കുറേ ഗാലക്സീസും ഡീപ്പ് സ്കൈ ഓബ്ജക്ട്സും ഉണ്ട്. ഇതിൽ ഈ കോൺസ്റ്റലേഷനിലുള്ള ഓരോ ഡീപ്പ് സ്കൈ ഓബ്ജക്റ്റിനും ഒരു സ്പെഷ്യാലിറ്റി കാണും. അപ്പോൾ നമുക്ക് ഈ കോൺസ്റ്റലേഷനിൽ ഡീപ്പ് സ്കൈ ഓബ്ജക്റ്റിനെ കുറിച്ച് നോക്കാം. ഇതിലുള്ള ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഡീപ്പ് സ്കൈ ഓബ്ജക്ട്സ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കാരണം ഇതിൽ നിറയെ ഡീപ്പ് സ്കൈ ഓബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഡീപ്പ് സ്കൈ ഓബ്ജക്റ്റാണ് മെസ്സിയർ 49. മെസ്സിയർ 49 എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. എന്നുവെച്ചാൽ സെൻറ്ററിലുള്ള ഒരു വളരെ മാസീവായിട്ടുള്ള ഒരു ഓബ്ജക്റ്റ്. എക്സാമ്പിൾ, ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റും കുറേ സ്കാറ്റേർഡ് ആയിട്ടുള്ള കുറേ സ്റ്റാർസ് ഇങ്ങനെ സ്കാറ്റേർഡ് ഓർബിറ്റ്സിൽ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഒരു എലിപ്റ്റിക്കൽ ഗാലക്സി എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഗാലക്സീസിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർസ് ഉള്ളത്. കാരണം ഇതിന് പ്രത്യേകിച്ച് ആംസ് ഒന്നുമില്ല. ഫുള്ള് 360 ഡിഗ്രീസിൽ സ്റ്റാർസ് കവർ ചെയ്യുന്നുണ്ട്. ഈ എലിപ്റ്റിക്കൽ ഗാലക്സി എന്ന് പറയുന്നത് വളരെ ഡിമ്മാണ്. ഇതിൻ്റെ ആവറേജ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ആണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ടെലിസ്കോപ്സും നല്ല ക്യാമറാസും അറ്റാച്ച് ചെയ്താൽ നമുക്ക് ഇതൊരു സ്റ്റാർ പോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്ത ഡീപ്പ് സ്കൈ ഓബ്ജക്റ്റാണ് മെസ്സിയർ 58. മെസ്സിയർ 58 എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സി അല്ല, പകരം ഇത് ഒരു സ്പൈറൽ ഗാലക്സിയാണ്, നമ്മുടെ മിൽക്കി വേ പോലത്തെ ടൈപ്പ്. മെസ്സിയർ 58ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആവറേജ് 10 ആണ്.
ഇവിടെയും നമുക്ക് നല്ല ടെലിസ്കോപ്സും നല്ല ക്യാമറാസും അറ്റാച്ച് ചെയ്താൽ നമുക്കിത് നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് എടുത്തേക്കുന്ന ഒരു ഇമേജാണ്. അടുത്ത ഡീപ് സ്കൈ ഓബ്ജക്റ്റാണ് മെസ്സിയർ 59. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ളത് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. ഈ എലിപ്റ്റിക്കൽ ഗാലക്സീസ് എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റാണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിനേക്കാളും ബ്രൈറ്റാണ്. പക്ഷേ ഇത് വളരെ ഡിസ്റ്റൻറ്റുമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓർബിറ്റ് ചെയ്യുന്ന സ്റ്റാർസ് ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഈ മെസ്സിയർ 59ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ആവറേജ് 10 to 11 ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെയും നമുക്ക് നല്ല ക്ലിയർ സ്കൈസും ടെലിസ്കോപ്സും ക്യാമറാസും ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം അറ്റാച്ച് ചെയ്താൽ നമുക്ക് സൂപ്പർബായിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഓബ്ജക്റ്റാണ് ഇത്. അടുത്ത ഡീപ് സ്കൈ ഓബ്ജക്റ്റാണ് മെസ്സിയർ 60. മെസ്സിയർ 60 എന്ന് പറയുന്ന ഈ ഡീപ് സ്കൈ ഓബ്ജക്റ്റ് അല്ല, ഇതിൻ്റെ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന ഈ ഓബ്ജക്റ്റാണ്. ഇത് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. ഇത് പക്ഷേ കുറച്ച് ഡിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ഈ ഒരു ഗാലക്സീനെ ഔട്ട്ഷൈൻ ചെയ്താണ് ഈ എലിപ്റ്റിക്കൽ ഗാലക്സി ഷൈൻ ചെയ്യുന്നത്. മെസ്സിയർ 60 എന്ന് പറയുന്നത് വിർഗോ കോൺസ്റ്റലേഷനിലെ സെക്കൻഡ് ബ്രൈറ്റസ്റ്റ് ഡീപ് സ്കൈ ഓബ്ജക്റ്റാണ്. ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 9.8 ആണ്. എന്നുവെച്ചാൽ നമുക്ക് നല്ല ടെലിസ്കോപ്സും ക്യാമറാസും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് എടുത്തേക്കുന്ന ഒരു ഇമേജാണ്. ഈ രണ്ട് ഗാലക്സീസും വളരെ ക്ലോസ് ആയിട്ടുള്ള ഗാലക്സീസാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ സെക്കൻഡ് ഗാലക്സി ഏതാണെന്ന് നോക്കാം. ഈ സെക്കൻഡ് ഗാലക്സിയാണ് NGC 4647. ഇതൊരു മെസ്സിയർ കാറ്റലോഗിലുള്ള ഒരു ഓബ്ജക്റ്റ് അല്ല, കാരണം ഇത് ചാൾസ് മെസ്സിയർ ഡിസ്കവർ ചെയ്തിട്ടില്ല. ഈ NGC 4647 എന്ന് പറയുന്നത് ഒരു സ്പൈറൽ ആംഡ് ആയിട്ടുള്ള ഒരു ഗാലക്സിയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മെസ്സിയർ 60ൻ്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഒരു ഗാലക്സിയാണ് NGC 4647. ഇതിൻ്റെ ആവറേജ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 11 ആണ്. എന്നുവെച്ചാൽ നമുക്ക് ഹൈ പവർഫുൾ ടെലിസ്കോപ്സും ക്യാമറാസും ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഡീപ് സ്കൈ ഓബ്ജക്റ്റാണ് മെസ്സിയർ 61. ഞാൻ നേരത്തെ കാണിച്ച ഈ ഓബ്ജക്റ്റ് NGC 4647 ഇതിനേക്കാളുമൊക്കെ കുറച്ചും കൂടെ ക്ലോസറാണ് മെസ്സിയർ 61. അതുകൊണ്ടാണ് ഈ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് എടുത്തേക്കുന്ന ഇമേജിൽ കുറച്ചും കൂടെ വളരെ ലാർജായിട്ട് നമുക്ക് ഈ ഇമേജ് കിട്ടിയേക്കുന്നത്. ഇവിടെ മെസ്സിയർ 61ഉം ഒരു സ്പൈറൽ ആംഡ് ആയിട്ടുള്ള ഗാലക്സിയാണ്. കാരണം ഈ ഇമേജിൽ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു സ്പൈറൽ ആംസ് നമുക്ക് കാണാൻ പറ്റും. മെസ്സിയർ 61 നമ്മുടെ മിൽക്കി വേ പോലത്തെ ഒരു ഗാലക്സി തന്നെയാണ്. മെസ്സിയർ 61ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ആണ്. എന്ന് വെച്ചാൽ ഇവിടെയും നമുക്ക് ഹൈ പവർഫുൾ ടെലിസ്കോപ്സും ക്യാമറാസ് വെച്ചും നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫേമസ് ആയിട്ടുള്ള മെസ്സിയർ 87നെ കുറിച്ച് നോക്കാം. ഈ മെസ്സിയർ 87 എന്ന് പറയുന്നത് ഫേമസ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ മെസ്സിയർ 87 ഈ എലിപ്റ്റിക്കൽ ഗാലക്സിയുടെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോളിൻ്റെ ഫോട്ടോഗ്രാഫാണ് നമ്മൾ റീസെൻ്റായിട്ട് ഒരു ഫോട്ടോഗ്രാഫ് എടുത്തത്. അതുകൊണ്ടാണ് ഈ ഗാലക്സി വളരെ ഫേമസ് ആവുന്നത്. മെസ്സിയർ 87 എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ഗാലക്സി തന്നെയാണ്. ഇത് എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 11 ആണ്. എന്നുവെച്ചാൽ നമുക്ക് ഹൈ പവർഫുൾ ടെലിസ്കോപ്സ് ഉണ്ടെങ്കിൽ ഈ ഗാലക്സി നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്.
ഈ മെസ്സിയർ 87 എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലാക്ക് ഹോളിന് ഫോട്ടോഗ്രാഫ് ചെയ്തുകൊണ്ട് അത്ര ഫേമസ് അല്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഗാലക്സിയുടെയും സെൻറ്ററിൽ ഒരു സൂപ്പർ മാസീവ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളുണ്ട്. പക്ഷേ ഈ ഗാലക്സിയുടെ സെൻറ്ററിലുള്ളത് മാത്രമേ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ വളരെ ഫേമസ് ആവുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു ലൈൻ പോലെ ഈ ഇമേജിൽ കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് ഒരു ലൈറ്റ് ജെറ്റാണ്. ഇത് മെസ്സിയർ 87ൻ്റെ സെൻറ്ററിലുള്ള ഒരു ബ്ലാക്ക് ഹോളിന് എമിറ്റ് ചെയ്ത ഒരു ലൈറ്റ് ജെറ്റാണ്. ഒരു ലൈറ്റ് ജെറ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാസീവ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോള് വല്ല മാറ്റർ അബ്സോർബ് ചെയ്യുമ്പോൾ, നല്ല ഹൈ എനർജി മാറ്റർ അബ്സോർബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എൻ്റെ അക്രിഷൻ ഡിസ്ക് ഗ്ലോ ചെയ്യും. ഇങ്ങനെ ഗ്ലോ ചെയ്യുമ്പോൾ അക്രിഷൻ ഡിസ്കിൽ നിന്നുള്ള മാറ്റർ പെട്ടെന്ന് എൻ്റെ പോൾസിന്ന് 2 പോൾസിൽ നിന്നും ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഹൈ എനർജി പാർട്ടിക്കിൾസ് നല്ല സ്പീഡിൽ ഇങ്ങനെ വരും. അതിനാണ് ഒരു ലൈറ്റ് ജെറ്റ് എന്ന് പറയുന്നത്. സയൻറ്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് ഈ മെസ്സിയർ 87 ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5000 ലൈറ്റ് ഇയേഴ്സാണ്. ചില അത്രയും ഡിസ്റ്റൻസാണ് ഈ ലൈറ്റ് ജെറ്റ് ട്രാവൽ ചെയ്തത് എന്ന് നോക്കിയാൽ അറിയാം. അത് അത്ര ഹൈ എനർജി ആയിട്ടുള്ള ഒരു ലൈറ്റ് ജെറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെസ്സിയർ 87ൻ്റെ ഒരു പിക്ചർ എടുത്താൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ അറിയാം, ചെറിയൊരു ഫോഗ് പോലെ ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ലൈറ്റ് ജെറ്റ്. ഇതും ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് തന്നെ എടുത്ത ഒരു ഇമേജാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മെസ്സിയർ 87ൻ്റെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോളിൻ്റെ ഇമേജ്. മെസ്സിയർ 87ൻ്റെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോളിന് ഒഫീഷ്യലി നെയിംഡ് അല്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ മെസ്സിയർ 87 ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ നമ്മൾ M87 ബ്ലാക്ക് ഹോൾ എന്നാണ് വിളിക്കാറുള്ളത്. ഇതെന്ന് വെച്ചാൽ മെനി തൗസൻഡ്സ് ഓഫ് ഇമേജസ് സ്റ്റാക്ക് ചെയ്തിട്ട് കിട്ടിയ ഒരു ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ ഇമേജ്. ഇത് നമ്മൾ കണ്ടാൽ നമ്മൾ ഒരു ഔട്ട് ഓഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് പോലെ ഇരിക്കും. പക്ഷെ ഒരു സിംഗിൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കിത് ബ്ലാക്ക് ഹോൾ ആണോ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. ഇത്രയും ഫോട്ടോസ് സ്റ്റാക്ക് ചെയ്തിട്ട് കിട്ടിയ ഒരു റിസൾട്ടാണ് ഇത്. ഇതിൽ മെയിനായിട്ട് ഫോട്ടോഗ്രാഫ് ചെയ്ത ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ഇവൻറ്റ് ഹൊറൈസൺ ടെലിസ്കോപ്പാണ്. അത് എർത്തിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ടെലിസ്കോപ്പാണ്. ഇതെന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഹോൾസിനെയും ഈ ഗാമ റേ ബേഴ്സ്റ്റിനെയൊക്കെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി റിലീസ് ചെയ്ത ഒരു പ്രോബാണ് ദ ഇവൻറ്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ്. അടുത്ത ഡീപ് സ്കൈ ഓബ്ജക്റ്റാണ് മെസ്സിയർ 84. മെസ്സിയർ 84 എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നോക്കിയാൽ ഇതൊരു സ്പൈറൽ ആംഡ് ഗാലക്സി പോലെ ഇരിക്കും. പക്ഷേ ഇത് ശരിക്കും ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗ്യാസ് ക്ലൗഡ്സ് റാൻഡമായിട്ട് ഈ ഗാലക്സീനെ ഓർബിറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതിന് ആംസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. മെസ്സിയർ 84ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 11 ആണ്. എന്നുവെച്ചാൽ നമുക്ക് ക്ലിയർ സ്കൈസും നല്ല ടെലിസ്കോപ്സും ക്യാമറാസും ഉണ്ടെങ്കിൽ ഇതും നമുക്ക് നല്ലോണം ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജാണ്. അടുത്ത ഡീപ് സ്കൈ ഓബ്ജക്റ്റാണ് മെസ്സിയർ 86. മെസ്സിയർ 86 എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. പക്ഷേ ഈ ഇമേജ് നോക്കിയാൽ അറിയാം, ഈ എലിപ്റ്റിക്കൽ ഗാലക്സി നേരത്തെ കാണിച്ച കുറേ എലിപ്റ്റിക്കൽ ഗാലക്സീസിൽ നിന്നും ക്ലോസറാണ്. അതുകൊണ്ടാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇമേജ് എടുക്കാൻ പറ്റിയത്. ഈ എലിപ്റ്റിക്കൽ ഗാലക്സി എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഡിമ്മാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബോൾ പോലെ നമുക്ക് കാണാൻ പറ്റും.
മെസ്സിയർ 86ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആവറേജ് 12 ആണ്. എന്നുവെച്ചാൽ നമുക്ക് നല്ല ടെലിസ്കോപ്സും ക്യാമറാസും ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഡീപ് സ്കൈ ഓബ്ജക്റ്റാണ് മെസ്സിയർ 104. ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള സൊംബ്രേറോ ഗാലക്സി എന്ന് പറയും. സൊംബ്രേറോ ഗാലക്സി എന്ന് പറയുന്നത് ഈ സൊംബ്രേറോ എന്ന പേരെന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ ഹാറ്റിൻ്റെ പേരാണ്. ഈ സൊംബ്രേറോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ഹാറ്റിൻ്റെ എഡ്ജിനാണ് സൊംബ്രേറോ എന്ന് പറയുന്നത്. ആ ഒരു ഹാറ്റിൻ്റെ എഡ്ജ് പോലെയാണ് ഈ ഒരു ഡിസ്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്പൈറൽ ആംഡ് ആയിട്ടുള്ള ഗാലക്സിയാണ്. പക്ഷേ ഇതിലുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ഡിസ്ക് ഷേപ്പിൽ ഇതിൻ്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാലക്സി ആയത്. ഇതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ആംഗിളിലാണ് ടിൽറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് നല്ല ക്ലിയർ ആയിട്ട് ഈ ഡിസ്ക് പോലെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ആംഗിളിലായതുകൊണ്ട് നമ്മുടെ സെൻറ്ററിലുള്ള ഗലാക്റ്റിക് ബൾജും നമുക്ക് കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഒരു ലൈറ്റിൻ്റെ ഒരു ഹേലോ പോലത്തെ ഒരു ഇവൻ്റാണ് ഒരു ഗലാക്റ്റിക് ബൾജ് എന്ന് പറയും. അതാണ് ഇവിടെ ലൈറ്റ് അതിൻ്റെ താഴെയും മുകളിലും ഇങ്ങനെ കാണാൻ പറ്റും. ഈ മെസ്സിയർ 104ലാണ് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസും ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. മെസ്സിയർ 104 ആണ് ഈ കോൺസ്റ്റലേഷനിലെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഡീപ് സ്കൈ ഓബ്ജക്റ്റ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8.98 ആണ്. ഇതും വളരെ ഡിമ്മാണ്. പക്ഷെ നമുക്ക് ക്യാമറാസും നല്ല ലെൻസസും ഉണ്ടെങ്കിൽ നമുക്കിത് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഡീപ് സ്കൈ ഓബ്ജക്റ്റ് തന്നെ 8.98 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫെയിൻറ്റസ്റ്റ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് 15 ഒക്കെയാണ് വരുന്നത്. അടുത്ത ഡീപ് സ്കൈ ഓബ്ജക്റ്റാണ് NGC 4438. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. NGC 4438 എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. എന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ഇവിടെ നിറയെ ഗ്യാസ് ക്ലൗഡ്സ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് അതിൻ്റെ ചുറ്റുമുണ്ട്. അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺ ഇയേഴ്സിന് മുമ്പ് ഈ NGC 4438ഉം വേറെ ഒരു ഗാലക്സിയും തമ്മിൽ പാസ് ചെയ്ത് പോയപ്പോൾ അങ്ങനെ കൊളൈഡ് ചെയ്തപ്പോൾ വേറെ ഗാലക്സിയിലുള്ള ഇങ്ങനെയുള്ള ഗ്യാസ് ക്ലൗഡ്സും ഡസ്റ്റ് ക്ലൗഡ്സും ചേർന്നാണ് ഇപ്പോൾ ഈ NGC 4438ന് ഓർബിറ്റ് ചെയ്യുന്നത്. NGC 4438ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ടെലിസ്കോപ്സും ക്യാമറാസും ഉണ്ടെങ്കിൽ നമുക്കിത് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നതാണ് NGC 4435. ഇതും ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ആണ്. ഇതും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ടെലിസ്കോപ്സും ക്യാമറാസും ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് ഗാലക്സീസും ഒരു സ്പെഷ്യൽ ആംഗിളിൽ ടിൽറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊരു ടെലിസ്കോപ്പ് വെച്ച് ഫോട്ടോഗ്രാഫ് ചെയ്യുമ്പോൾ രണ്ട് ഐസ് പോലെയാണ് ഇതിരിക്കുന്നത് ഈ 2 ഗാലക്സീസ്. സയൻറ്റിസ്റ്റ് ബിലീവ് ചെയ്യുന്ന ഈ 2 ഗാലക്സീസും ഈച്ച് അതറായിട്ട് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ 2 ഗാലക്സീസും കൂടെ ചേർന്നാണ് ദി ഐസ് ഗാലക്സി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഐസ് ഗാലക്സി എന്ന് വിളിക്കാൻ കാരണം ഇപ്പോൾ ഒരു 8 ഇഞ്ച് ടെലിസ്കോപ്പ് വെച്ച് ഇത് തന്നെ ഫോട്ടോഗ്രാഫ് ചെയ്താൽ നമുക്ക് ഇതൊരു 2 ഐസ് പോലെ ചെറുതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ദ ഐസ് ഗാലക്സി എന്ന് വിളിക്കുന്നത്.
അടുത്ത ഡീപ് സ്കൈ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റാണ്. അതെന്ന് പറയുന്നത് ഒരു ക്വാസാറാണ്. ഈ ക്വാസാറിൻ്റെ പേരെന്ന് പറയുന്നത് 3C273 എന്നാണ്. ഈ ക്വാസാർസ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഡീപ് സ്കൈ ഓബ്ജക്ട്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്വേസാർസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ക്വേസാർസ് എന്ന് പറയുന്നത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് ലൈറ്റ് അബ്സോർബ് ചെയ്യത്തില്ലേ, പിന്നെ എങ്ങനെയാണ് അത് ബ്രൈറ്റസ്റ്റ് ഓബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് ആവുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ബ്ലാക്ക് ഹോൾസിൻ്റെ ഇവൻറ്റ് ഹൊറൈസണിൻ്റെ അകത്ത് നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്താൽ അത് ആ ലൈറ്റിന് ഇവൻറ്റ് ഹൊറൈസൺ കഴിഞ്ഞ് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവൻറ്റ് ഹൊറൈസണിൻ്റെ വെളിയിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്താൽ അതിൻ്റെ സുഖമായിട്ട് ആ ബ്ലാക്ക് ഹോളിൻ്റെ അക്രീഷൻ ഡിസ്കും കഴിഞ്ഞ് വെളിയിലോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ക്വേസാർസ് എന്ന് പറയുന്നത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് വളരെ ഹൈ എനർജി മാറ്റർ അബ്സോർബ് ചെയ്യുമ്പോൾ ഒരു അക്രീഷൻ ഡിസ്ക് എന്ന് പറഞ്ഞ ഒരു ഡിസ്ക് ഉണ്ടാവും. അക്രീഷൻ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൈ എനർജി മാറ്റർ അബ്സോർബ് ചെയ്യുമ്പോൾ ആ അബ്സോർബ് ചെയ്യുന്ന മാറ്റർ അക്യുമുലേറ്റ് ചെയ്ത് ഒരു ഡിസ്ക് പോലെ ബ്ലാക്ക് ഹോളിനെ ഓർബിറ്റ് ചെയ്യും. ആ ഡിസ്കിനാണ് അക്രീഷൻ ഡിസ്ക് എന്ന് പറയുന്നത്. ആ ഡിസ്ക് എന്ന് പറയുന്നത് വളരെ ഹോട്ടാവും. അത് ബ്ലാക്ക് ഹോളിന് ഉള്ള ഡിസ്കിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കുറയും തോറും അതിലുള്ള മെറ്റീരിയൽ ഹോട്ടറായി വരും. ഇത് വളരെ ക്ലോസ് ആകുമ്പോൾ എന്ന് വെച്ചാൽ ഇവൻറ്റ് ഹൊറൈസണിൽ ടച്ച് ചെയ്യാറാവുമ്പോൾ ഇത് വളരെ ഹോട്ടാവും. എന്ന് വെച്ചാൽ അവസാനം ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എമിറ്റ് ചെയ്ത് തുടങ്ങും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന വിസിബിൾ ലൈറ്റ് തൊട്ട് എക്സ്റേസ് വരെ എമിറ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ എമിറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്തോന്ന് സംഭവിക്കുന്നത് വെച്ചാൽ ഈ അക്രീഷൻ ഡിസ്കിലുള്ള ഹൈ എനർജി മാറ്റർ ഒരു ലൈറ്റ് ജെറ്റായിട്ട് ബ്ലാക്ക് ഹോളിൻ്റെ 2 പോൾസിൽ നിന്നും ഹൈ സ്പീഡ്സിൽ ഇങ്ങനെ എമിറ്റ് ആവും. ഇതെന്ന് പറയുന്നതാണ് ഒരു ലൈറ്റ് ജെറ്റ് എന്ന് പറയും. ഈ ലൈറ്റ് ജെറ്റിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഹൈ എനർജി പാർട്ടിക്കിൾസാണ് വരുന്നത് അക്രീഷൻ ഡിസ്കിന്. ഇങ്ങനെ ഹൈ എനർജി പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് വളരെ കൂടും. കാരണം അത് വിസിബിൾ ലൈറ്റ് തൊട്ട് എക്സ്റേസ് വരെ എമിറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്ര എനർജി എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്താണ് ഈ ഒരു ലൈറ്റ് ജെറ്റിൽ ഹൈ സ്പീഡ്സിൽ ആ എനർജി വെളിയിലോട്ട് പോകുന്നത്. ഇങ്ങനെ വെളിയിലോട്ട് പോകുമ്പോഴാണ് ഈ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആവും. അപ്പോഴാണ് ഒരു ക്വേസാർ ആവുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ക്വേസാർസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ബ്ലാക്ക് ഹോൾസ് ഇങ്ങനെ മാറ്ററിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ജെറ്റ് ഫോം ചെയ്യും. ഇങ്ങനെ ലൈറ്റ് ജെറ്റ് ഫോം ആവുന്ന ബ്ലാക്ക് ഹോൾസിനാണ് ഒരു ക്വേസാർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഓബ്ജക്റ്റിനെ ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ ആ അക്രീഷൻ ഡിസ്ക് ഇല്ലാതെ, കാരണം ആ അക്രീഷൻ ഡിസ്കിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഇവൻറ്റ് ഹൊറൈസണിൻ്റെ അകത്തായി, പിന്നെ അതിന് വെളിയിലോട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഒരു ക്വേസാർ ആവുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അത് നോർമൽ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ തന്നെയാണ്. പിന്നെ അത് ക്വേസാർ ഒന്നും കൂടെ ക്വേസാർ ആവണമെങ്കിൽ വേറെ ഒരു മാറ്റർ അത് കൺസ്യൂം ചെയ്യണം. വെച്ചാൽ കൺസ്യൂം ചെയ്യുന്ന സമയം മാത്രമേ ഒരു ക്വേസാർ ഫോം ചെയ്യത്തുള്ളൂ. എൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. എൻ്റെ ടോക്ക് ഷെയർ ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും തേജ്രാജ് ആൻഡ് കോ. ഈ തേജ്രാജ് ആൻഡ് കോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഓപ്റ്റിക്കൽ ഡിവൈസ് ഡീലറാണ്. ഈ തേജ്രാജ് ആൻഡ് കോ വെബ്സൈറ്റിൽ നിന്ന് ഏത് ഓപ്റ്റിക്കൽ ഡിവൈസ് വാങ്ങിച്ചാലും
എൻ്റെ ടോക്ക് ഷെയർ ചെയ്യുന്നവർക്ക് ഒരു എക്സ്ട്രാ 5% ഡിസ്കൗണ്ട് കിട്ടും. അതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ കാണിച്ചേക്കുന്ന ഈ കൂപ്പൺ കോഡ് അതാണ് അർജുൻ 5%. ഈ കൂപ്പൺ കോഡ് നിങ്ങൾ ഏത് പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും എക്സ്ട്രാ ഒരു 5% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.